എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 5 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. അതിൽ ആദ്യത്തെ സിനിമ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 15-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഡാർക്ക് കോമഡി ഫാമിലി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ നുണക്കുഴി. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫിന്റെ നായകനാക്കി കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ നുണക്കുഴി എന്ന സിനിമയുടെ രണ്ടാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ 1,75,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ രണ്ടാം ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ വളരെയധികം കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വ്യാഴാഴ്ചത്തെ ചിത്രത്തിന്റെ കളക്ഷനെ അപേക്ഷിച്ച് വെള്ളിയാഴ്ച ഒരു വർക്കിംഗ് ഡേ ആയിരുന്നിട്ട് പോലും ചിത്രത്തിന്റെ കളക്ഷൻ വളരെയധികം ഇടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 60 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 2 ദിവസങ്ങൾ കൊണ്ട് 2,30,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 5 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ഈ ലോ ബഡ്ജറ്റ് സിനിമയ്ക്ക് മികച്ച തുടക്കമാണ് കിട്ടിയിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമയും ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 15-ാം തീയതി തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ കോമഡി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ വാഴ. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോന്റെ സംവിധാനത്തിൽ ഒരു പിടി യുവാക്കളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഈ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം നേടിയ സിനിമ കൂടിയാണല്ലോ വാഴ. ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 1,45,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയതെങ്കിൽ രണ്ടാം ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ കളക്ഷനിൽ നേരിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്നലെ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെയാണ് ചിത്രത്തിന്റെ കളക്ഷനിൽ നേരിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും രണ്ടാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 1,20,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2,60,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നും ചിത്രത്തിന്റെ വേറെ ലെവൽ ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമയും ഓഗസ്റ്റ് മാസം 15-ാം തീയതി തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ വിക്രമിന്റെ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ തങ്കലാൻ. പാരഞ്ജിത്തിന്റെ സംവിധാനത്തിൽ വിക്രമിനെ നായകനാക്കി ഓഗസ്റ്റ് മാസം 15-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ തങ്കലാൻ. ഇപ്പോൾ ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്കും തമിഴ്നാട് കളക്ഷനിലേക്കും വേൾഡ് വൈഡ് കളക്ഷനിലേക്കും വരികയാണെങ്കിൽ ആദ്യമേ തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ 1,10,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ രണ്ടാം ദിവസത്തെ കളക്ഷനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ചിത്രത്തിന്റെ കളക്ഷൻ ഇടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വെറും 25 ലക്ഷം രൂപ മാത്രമാണ് ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,40,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 26 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ രണ്ടാം ദിവസമായി ഇന്നലെ ചിത്രം 15 കോടിക്ക് അടുത്ത രൂപ മാത്രമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 40 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വിക്രമിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ സിനിമ തങ്കലൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കും. അടുത്ത സിനിമ സ്ത്രീ 2 എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ കോമഡി ഹൊറർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ സ്ത്രീ 2. ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 76 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതിൽ 55 കോടി രൂപയും ഇന്ത്യൻ നെറ്റ് കളക്ഷൻ ആയിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 30 കോടി രൂപയാണ് ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ രണ്ടാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിക്കും മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി സ്ത്രീ 2 എന്ന സിനിമ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് 125 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വേറെ ലെവൽ ബുക്കിംഗും വേറെ ലെവൽ ട്രാക്കിംഗ് കളക്ഷനുമായി മുന്നേറുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കും. അടുത്ത സിനിമ ഇന്നത്തെ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ലാലേട്ടന്റെ സിനിമയാണല്ലോ മണിച്ചിത്രത്താഴ്. ഫാസിലിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ, ശോഭന, സുരേഷ് ഗോപി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി 1993 തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി ബോക്സ് ഓഫീസിൽ വിജയിച്ച സിനിമ ഇപ്പോഴത്തെ ചിത്രം വീണ്ടും 4K റീമാസ്റ്റർ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് ആയിരുന്നു പ്രീ സെയിൽ കളക്ഷനോടെ കാണാൻ സാധിച്ചിരുന്നത്. ഇന്നലെ മാത്രം ഏകദേശം 7,000-ലധികം ടിക്കറ്റുകളായിരുന്നു വിറ്റുപോയിരുന്നത്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള പ്രീ സെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന്റെ ഫൈനൽ കേരള പ്രീ സെയിൽ കളക്ഷൻ 15 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ സ്പടികം, ദേവദൂതനം സിനിമകൾക്ക് ശേഷം വീണ്ടും റിലീസ് എത്താൻ പോകുന്ന ലാലേട്ടന്റെ മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്ക് മികച്ചൊരു സ്വീകാര്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.